തൃശൂർ തീപിടുത്തത്തിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ അനിശ്ചിതത്വം. ഇന്ത്യൻ റെയിൽവേയോ മറ്റ് അധികാരികളോ പോലീസോ നഷ്ടപരിഹാരത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല. നെട്ടോട്ടമോടിയിട്ടും പരിഹാരമില്ലെന്നാണ് വാഹനോടമകൾ പറയുന്നത്. 250-ലധികം പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു. നടരാജ പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഏതാണ്ട് 250-ലധികം വാഹനങ്ങളാണ് കത്തി നശിച്ചത്. നിരവധി ആളുകൾ ഇവിടെ വന്ന് തങ്ങളുടെ വാഹനത്തിനെ പരിശോധനയ്ക്കും മറ്റും നിൽക്കുന്നുണ്ട്. എല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇവർക്ക് ആർക്കും ഒരു അറിവുമില്ല. അതിലൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. എന്നോടൊപ്പം ചിലരുണ്ട്, ഒരു വൈദികനുണ്ട്, മറ്റു ചിലരും. ഇവരുടെയൊക്കെ തന്നെ വാഹനങ്ങൾ ഇവിടെ കത്തി നശിച്ചതാണ്. പിതാവേ, എന്താണ് വാഹനത്തിന് സംഭവിച്ചത്? ഞങ്ങളുടെ വാഹനം എല്ലാവരുടെയും ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ പോയി. പോലീസുകാർ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്കുള്ള എന്താണ് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റണത് അതെന്താണ് കൃത്യമായിട്ട് ചെയ്തു തരാമെന്നൊരു ഉറപ്പ് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിക്ലറേഷൻ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പോൾ റെയിൽവേ പറയണത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും തരില്ല എന്നുള്ളത് മാധ്യമങ്ങളുടെ അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ പോലീസുകാരുടെ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി അവർ പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല. ഇതിലെ അനിശ്ചിതത്വം നീക്കണം എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എത്രയോ പാവങ്ങൾ അന്നത്തെ ജീവിതത്തിന് വേണ്ടി ഓടുന്ന ആളുകളാണ്. ആരും ഒരുപാട് പൈസ ഉള്ള ഉയർന്ന ആളുകളൊന്നല്ല. അവരുടെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗമായിട്ട് ജോലിക്ക് വേണ്ടി പോകുന്നവരാണ് അവരോട് വെച്ച് പോയിട്ടുള്ളത്. സാധാരണ വണ്ടി ഏതാണ്? എൻ്റെ ഹോണ്ട ആക്റ്റീവയാണ്. അപ്പോൾ അടുത്താണ് അത് പണി കഴിപ്പിച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുത്തത്. അപ്പോൾ അത് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നമ്മുടെ മക്കളെ പോലെ തന്നെയാണല്ലോ. എത്ര പഴയതായാലും പുതിയതായാലും നമ്മുടെ മക്കളിപ്പം പുതിയതുപോലെയാണ്. അപ്പം അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിയ സുഹൃത്തിൻ്റെ എന്നെ വിളിച്ചു പോയത് എന്താണ് വാഹനത്തിന് ഏതായിരുന്നു? ടി വി എസ് റോണി ശനിയാഴ്ച രാവിലെ 3:30 വെച്ചിട്ട് പോയതാണ് തിരുവനന്തപുരത്ത് ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോഴാണ് ഞായറാഴ്ച രാവിലെ ഒരു 7:45 ഞാൻ അറിയുന്നത് തന്നെ. ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. 2023 എടുത്താണ് വണ്ടി. ഇപ്പോഴും ലോണ് പെൻഡിങ് ആണ്. EMI പെൻഡിങ് ആണ്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ തന്നെയും മുഴുവൻ തുകയൊന്നും ആവില്ല, കിട്ടില്ല. ഐഡി വാല്യൂ കുറവാണ്. ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്തോളം ലോണ് പെൻഡിങ് കിടക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. ഇവരെ ഭാഗത്തുനിന്ന് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു നടപടികൾ എടുത്തിട്ടില്ല. ചേട്ടൻ വണ്ടി പോയിട്ടില്ല? വണ്ടി ഇതുപോലെ തന്നെ ആക്റ്റീവാണ്. വണ്ടി പുതിയ വണ്ടിയാണ്. 1 കൊല്ലം 3 മാസമായിട്ടുള്ളൂ. നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് അല്ലേ? വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് ലേഡിയുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹം നിയമവശങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകളെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേർത്ത് നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് എന്തെങ്കിലും കിട്ടുള്ളൂ. അത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറിയ ഒരു നഷ്ടം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഭീമമായ നഷ്ടങ്ങളുണ്ട്. 2 ലക്ഷത്തിൻ്റെ ഒക്കെ ഈ സ്പോർട്സ് ബൈക്കൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ കരച്ചിൽ ഞാൻ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇതിനൊരു നഷ്ടപരിഹാരത്തിൻ്റെ വഴി ആരുടെ ഭാഗത്ത് അധികാരികൾ ആരാണെങ്കിൽ അത് ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.